ബഹുമാനിക്കുന്ന ആളാണ്. ചക്കയോട് എനിക്കുള്ള ഏറ്റവും വലിയ ബഹുമാനം, ഇംഗ്ലീഷ് വളം ചേർക്കാത്തൊരു ഫ്രൂട്ട് ലോകത്ത് ഇപ്പോഴും ചക്ക. മാങ്ങയിൽ പോലും സംശയമാണ്, അടിച്ച് കയറ്റുണ്ട് വാങ്ങണിയിലൊക്കെ. ചക്കയെ തൊടാൻ ധൈര്യമായിട്ടില്ല ഇതുവരെ. ചക്ക അതിൻ്റെ പരിശുദ്ധിയെയും അതിൻ്റെ ചാരിത്രശുദ്ധിയെയും ഇപ്പോഴും പരിരക്ഷിച്ച് നിത്യകാമിനിയായി നിത്യകന്യകയായി പരിലസിച്ച് നിൽക്കുന്നു. ആ ചക്കയെ ബഹുമാനിക്കണ്ടേ? പക്ഷെ നാട്ടുകാർക്ക് വേണ്ട. ഞാൻ ആലോചിക്കുകയാണ്, ഇപ്പോൾ മനുഷ്യൻ്റെ മെൻറ്റാലിറ്റിയിൽ വന്ന മാറ്റം. ഉണക്കമീന കൊണ്ട് കഴിഞ്ഞിരുന്നു, ഇപ്പോൾ ഉണക്കമീന ഒക്കെ മാറ്റിവെക്കുന്നതാണ്. അതിനൊക്കെ ഒരു വെറുപ്പോടെ കാണുകയാണ്. അതിനൊക്കെ ഒരു പുനരവതാരം വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇതിനൊക്കെ ഒരു തിരിച്ചുവരവുണ്ടാവട്ടെ. എ റെജുവനേഷൻ. പാവപ്പെട്ടവൻ്റെ ആഹാരങ്ങൾക്കൊരു പുതിയ നവോത്ഥാനം ഉണ്ടാവട്ടെ. കപ്പ, കഞ്ഞി, ചക്ക, അതുപോലുള്ള സാധനങ്ങൾ അതിലേക്ക് മടങ്ങേണ്ടി വരും. യാതൊരു രക്ഷയില്ല. രക്ഷയ്ക്ക് വേണ്ടി അങ്ങോട്ട് തന്നെ മടങ്ങേണ്ടി വരും. അപ്പോൾ ആ കശുവണ്ടിയിൽ കൊളസ്ട്രോൾ വെച്ചു, അത് വാരി തിന്നുന്നവരുണ്ട്. കണ്ടാലിങ്ങനെ അവസാനമില്ലാതെ ടേസ്റ്റ് അറിഞ്ഞിട്ട്. അപ്പോൾ അവസാനം ഒരു ന്യായീകരണം, ഈ കഴിഞ്ഞ ദിവസം ഒരു സദസ്സിലിരിക്കുമ്പോൾ എല്ലാ സദസ്സിലും ഇതല്ലേ വിളമ്പണത്. അപ്പോൾ ഒരാൾ പറയാണ്, അല്ല ഇതിലെ കൊളസ്ട്രോൾ കുഴപ്പമില്ലാത്തതാണെന്നാണ് ഇന്നലെ ഡോക്ടറിനോട് പറഞ്ഞതെന്ന് പറഞ്ഞു. എന്നാട്ടെങ്കിലും ഒരു സമാധാനം കണ്ടെത്തുക. മുമ്പർക്ക് അറിയാതെ ദോഷമാണെന്ന് സ്വയം ഒരു സമാധാനം കണ്ട, എന്നാൽ ഇത് തിന്നണമെന്ന്. ഇത് ഒഴിവാക്കിക്കൂടാ. ആലോചിച്ച് നോക്കൂ. എന്തുകൊണ്ടെന്നാൽ അത് ഓഹരി വെക്കപ്പെടാനുള്ളതാണ്, അത് മനുഷ്യർക്ക് പകുത്തേകാനുള്ളതാണ്, അത് മുഴുവൻ ജനങ്ങൾക്കും എത്തിച്ചു കൊടുക്കാനുള്ളതാണ്. എല്ലാവരും ഓഹരിച്ച് കഴിക്കുമ്പോൾ പ്രശ്നമില്ല, എല്ലാവരും ഓഹരിച്ച് കഴിച്ചാൽ മതി. അങ്ങനെ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇവിടുത്തെ അറബികൾ കഴിക്കണ മാതിരി കഴിക്കണം, എന്നാൽ കുഴപ്പമില്ല. എന്താ കുറേ മസാല അടിച്ചു കയറ്റി. ലോകത്ത് ഇറച്ചി പൊരിക്കുന്നവർ മലയാളികളല്ലാതെ വേറെ ആരുമില്ല. ഞാൻ ധൈര്യത്തോടെ പറയണം. തെറ്റായത് നമ്മൾ തിരുത്തണം. പൊരി എന്ന് പറഞ്ഞ പരിപാടി തന്നെ ലോകത്ത് എവിടെയില്ല. പൊരിക്കുമ്പോൾ എണ്ണക്ക് കെമിക്കൽ ആക്ഷൻ ഉണ്ടാവുമെന്ന് മനസ്സിലാക്കാൻ ചെറിയ വിവരം മതി. ഏത് ഓയിലും ചൂടായാൽ കെമിക്കൽ ആക്ഷൻ ഉണ്ടാവും, അത് ക്യാൻസറാണ്. ഇനിയെങ്കിലും മനസ്സിലാക്കുക, എല്ലാ പൊരിക്കലും ക്യാൻസറാണ്. അത് നിങ്ങളുടെ ചുണ്ടിൻ്റെയും നാവിൻ്റെയും ടേസ്റ്റ് വർദ്ധിപ്പിക്കും. അത്ഭുതകരമായ രോഗങ്ങൾ. നാട്ടിലേക്ക് പോകാൻ ഗൾഫിൽ നിന്ന് പാക്കറ്റ് വെച്ചു, പെട്ടി വെച്ചു, പാക്ക് ചെയ്തു, എല്ലാം ചെയ്തിട്ട് കൂടെ മുറിയിലുള്ള ആളുകൾ, സഹമുറിയന്മാർ യാത്രയാക്കി. എല്ലാം കഴിഞ്ഞിട്ട് യാത്രയായിട്ട് അയച്ചു. അവിടെ ചെന്നിട്ട് കസ്റ്റംസിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് വീട്ടിലേക്ക് അങ്ങ് ചെല്ലുമ്പോൾ പെട്ടി അങ്ങോട്ട് വീട്ടിലേക്ക് വെച്ചിട്ട് വലത്തേക്കാൽ എടുത്തു വെക്കുമ്പോൾ മയ്യിത്തായിട്ട് കുഴഞ്ഞു വീണ മരണങ്ങൾ. ഇതൊക്കെ സംഭവിച്ചിട്ടുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ, എനിക്ക് പരിചയമുള്ള എൻ്റെ തൊട്ടടുത്ത മഹല്ലിൽ ഒരാൾ കുളിക്കാൻ വേണ്ടിയിട്ട് ബാത്റൂം കയറി ഗൾഫിൽ നിന്ന് വന്നിട്ട് 10 ദിവസം ബക്കറ്റിൽ നിന്ന് വെള്ളം കോരിയിട്ട് തലയിലേക്ക് ഒഴിക്കുമ്പോൾ മരിച്ചിട്ട് വീണ് കിടക്കുകയാണ് ബാത്റൂമിൽ. ഇങ്ങനെയുള്ള ഒരു കാലഘട്ടം മുമ്പുണ്ടായിട്ടില്ല. പൊടുന്നനെയുള്ള മരണങ്ങൾ അവസാന കാലത്തിൻ്റെ ലക്ഷണമാണെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമ്മെ അങ്ങനെയുള്ള മരണങ്ങളിൽ നിന്ന് കാത്തു രക്ഷിക്കുമാറാകട്ടെ. വേറെ ഒരു സ്ഥലത്ത് അടുത്ത ദിവസം ഒരു മരണത്തിന് പോയി. തൊട്ടടുത്തുള്ള പൂക്കിപ്പറമ്പിൽ രാത്രി സുന്ദരമായിട്ട് വർത്തമാനം പറഞ്ഞിട്ട് ഉറങ്ങാൻ പോയ പിതാവിനെ രാവിലെ ചെന്നിട്ട് മക്കൾ മുട്ടി വിളിച്ചു നോക്കുമ്പോൾ, ഉണർത്തുമ്പോൾ ശരീരത്തിൽ തണുപ്പോടിയ പോലെ മയ്യിത്തായിട്ട് കിടക്കുകയാണ്. ആ വീട്ടിൽ 2 മാസം മുമ്പ് ഞാൻ വേറൊരു മരണത്തിന് പോയിരുന്നു. അന്ന് മകൻ മരിച്ചിട്ട് ഈ വാപ്പ എന്നോട് മരണത്തെ പറ്റിയിരുന്ന് സംസാരിച്ചതാണ്. എത്ര വിചിത്രം, അത്ഭുതകരം. ആലോചിച്ചിങ്ങനെ നോക്കിയാൽ ഈ ലൈഫുണ്ടല്ലോ, ജസ്റ്റ് ലൈക്ക് എ വണ്ടർഫുൾ ഫ്ലോ ഓഫ് എക്സ്ട്രാ ഓർഡിനറി ഇവൻറ്റ്സ്, മെൻ ആൻഡ് മാറ്റേഴ്സ്. വ്യക്തികൾ, പ്രതിഭാസങ്ങൾ, വൈചിത്ര്യങ്ങളുടെ പ്രവാഹ ഭംഗി പോലെ, അതിൻ്റെ വൈചിത്ര്യ സീമ പോലെ, പിടുത്തം കിട്ടാത്ത പ്രതിഭാസം പോലെ, ഒതുങ്ങിത്തരാത്ത വ്യാഖ്യാനം പോലെ, കണ്ടുമറക്കാത്ത സ്വപ്നം പോലെ, ഇനിയും വ്യാഖ്യാനിക്കപ്പെടേണ്ട കവിത പോലെ. അതിനിടയിൽ ചിന്തിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമെങ്കിൽ ആ സാധിക്കുന്ന ആളുകൾക്ക് ആലംബത്തിലേക്ക് മടങ്ങാൻ സാധിക്കണം. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, അവിടുത്തെ പുണ്യങ്ങളെ ഓർത്തുകൊണ്ട്
അവിടുത്തെ പുണ്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലോകത്ത് മനുഷ്യർക്ക് മാത്രമല്ല, ജീവനില്ലാത്ത അണുക്കളിൽ മാത്രമല്ല,